ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നടൻ ജയറാമിന് ഇഡിയുടെ സമൻസ്. ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. പോറ്റിയുമായുള്ള ബന്ധമാണ് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ഇഡി തേടുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ജയറാമിനും സമൻസ് അയച്ചിരിക്കുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. അതിനൊപ്പമാണല്ലോ ഇപ്പോൾ ജയറാമിലേക്ക് കൂടി അന്വേഷണം വിപുലീകരിക്കുവാനുള്ള നീക്കം കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഗൗതം, നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. അവർക്ക് പ്രധാനമായും അറിയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ജയറാമിനെ പോലെ തന്നെ മറ്റ് നടന്മാർക്ക് മുന്നിലും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിക്കൊണ്ട് അതിന്റെ പേരിൽ പ്രതിഫലമായി വൻ തുകകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. നേരത്തെ SIT ചോദ്യം ചെയ്തിരുന്നു നടൻ ജയറാമിനെ. ആ ഘട്ടത്തിൽ ജയറാം നൽകിയ മറുപടി എന്ന് പറയുന്നത് തനിക്ക് വലിയ പരിചയമൊന്നുമില്ല, ശബരിമലയിൽ പോകുമ്പോഴുള്ള ഒരു പരിചയം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉണ്ടായിരുന്നത്. മാസപൂജയ്ക്കെല്ലാം ചെല്ലുമ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. പിന്നീട് ഒരിക്കൽ ഈ സ്വർണ്ണപ്പാളികൾ അത് കൊണ്ടുവരുന്നുണ്ടെന്നും അത് വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചാൽ നല്ലതാണ് എന്നും ഐശ്വര്യപ്രദമാണ് എന്നെല്ലാം തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലെത്തിച്ച് പൂജ നടത്താൻ അനുവദിച്ചത്. അതിന് പ്രത്യേക പണമൊന്നും നൽകിയിരുന്നില്ല എന്ന കാര്യമാണ് ജയറാം നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ അതിനുമപ്പുറം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ളത് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ വലിയ ആളുകളുടെ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുള്ള വൻതോതിൽ പണം വാങ്ങിയെടുക്കാൻ കഴിയുന്ന ആളുകളിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും തന്നെ അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണപ്പാളികൾ, വാതിൽ പാളികളെല്ലാം തന്നെ കട്ടിളപ്പാളി ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചതിനും അവിടെ അതിനുള്ള സൗകര്യം ഒരുക്കിയതിനും എല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിഫലം കൈപ്പറ്റിയിട്ടുണ്ട്, വൻ തുക. അങ്ങനെയെങ്കിൽ ആ തുക എങ്ങനെ കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പ്രധാനമായ വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘം തേടുക. മാത്രമല്ല ഈ വീടിന് ശബരിമലയിൽ നിന്നുള്ള ഈ സ്വർണ്ണ പാളികൾ ചെന്നൈയിലെ ജയറാമിന്റെ വസതിയിൽ കൊണ്ടുപോവുകയും അവിടെ പ്രത്യേക പൂജയൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതിന് നേതൃത്വം കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലെ കള്ളപ്പണ ഇടപാടും മറ്റും അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വാഭാവികമായും നടൻ ജയറാമിനെയും ചോദ്യം ചെയ്യുകയാണ്. ചൊവ്വാഴ്ച ഹാജരാകണമെന്നാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്.